ഈ ഏപ്രിലിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ഇപ്പോൾ പൂർണ്ണമായി അർത്ഥത്തിൽ അത് തകർക്കപ്പെട്ടോ? ഇനിയുള്ള ആശങ്കകൾ എന്തൊക്കെയാണ്? ഡോക്ടർ കിഷോർ, പൂർണ്ണമായ അർത്ഥത്തിൽ തകർക്കപ്പെട്ടോ എന്നത് ഒരു സാങ്കല്പിക ചോദ്യമാണ്. പക്ഷേ ഇഫക്റ്റിൽ ഫലപ്രദമായി നോക്കുമ്പോൾ കരാറിന് ഒരു പ്രസക്തിയുമില്ല, അല്ലെങ്കിൽ വെടിനിർത്തലിന് യാതൊരു പ്രസക്തിയുമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 100-ാം ദിനമായിരുന്നു ഇന്നലെ. 100 ദിവസം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിനിടയിൽ പല സമയം പ്രത്യാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചെറുതും വലുതുമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാ സീമകളെയും അതിലംഘിച്ചുകൊണ്ട് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് നേരെ കഴിഞ്ഞ ദിവസം വൻ ആക്രമണമാണ്. 10 ബാലിസ്റ്റിക് മിസൈലുകളെങ്കിലും ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ചും മധ്യ ഇസ്രായേലിന് നേരെയും വടക്കൻ ഇസ്രായേലിന് നേരെയും ചെന്നു. പക്ഷേ അത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഒരു വലിയ പ്രകോപനം അവിടെ ഉണ്ടായി എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ മാത്രമേ സമഗ്രമായ ചിത്രം ലഭിക്കൂ. നിരന്തരമായി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടന്നിരുന്നു. ഒരു കരാർ അവർ തമ്മിൽ ഉണ്ടായി. ലെബനനുമായി ഇസ്രായേൽ കഴിഞ്ഞ വർഷം തന്നെ ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഫോർമലി ആക്രമണങ്ങളെല്ലാം നിർത്തിവെച്ചിരുന്നു. പക്ഷേ വീണ്ടും വീണ്ടും തരം കിട്ടുമ്പോഴെല്ലാം തന്നെ ലെബനന് നേരെ, പ്രത്യേകിച്ച് ലിറ്റനി നദിക്ക് തെക്കുള്ള ലെബനൻ്റെ പ്രദേശങ്ങളിലെ ഹിസ്ബുള്ളയുടെ താവളങ്ങൾക്ക് നേരെ ഇസ്രായേൽ കനത്ത ആക്രമണമാണ് അഴിച്ചുവിട്ടിരുന്നത്. കഴിഞ്ഞ 1.5 വർഷം നിരന്തരം അങ്ങനെ തന്നെയാണ്. അത് അടുത്ത ലെവലിലേക്ക് എസ്കലേറ്റ് ചെയ്തിരിക്കുന്നു. ബെയ്റൂട്ട് നഗരവും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളും നിരന്തരം ബോംബാർഡ്മെൻറ്റ് വിധേയമായപ്പോൾ ഇറാൻ സൂചിപ്പിച്ചു, ഇത് സമഗ്രമായി തന്നെ കാണണം. തങ്ങളുടെ സുഹൃത്തുക്കളാണ് ഹിസ്ബുള്ള. അപ്പം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുമ്പോൾ ഇറാൻ ഒരു കരാറിന് എഗ്രി ചെയ്യണമെങ്കിൽ അവിടെ ഹോർമൂസ് തുറക്കുക എന്നോ ആണവ പദ്ധതി ഉപേക്ഷിക്കുക എന്നതോ ഒക്കെ പിന്നെ പരിഗണിക്കാം. ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് ഇസ്രയേലി അഗ്രഷൻ ടു ദി സദേൺ പാർട്ട് ഓഫ് ലെബനൻ ആൻഡ് ഓൺ ടു ദി ഹിസ്ബുള്ള സെൻറ്റേഴ്സ്, ഇത് അവസാനിപ്പിക്കണം എന്നതായിരുന്നു ഇറാൻ്റെ മെയിൻ ഡിമാൻഡ്. ഒരു കരാറിലേക്ക് എത്തുന്നു എന്ന സാഹചര്യം വരുമ്പോൾ എങ്ങനെയെങ്കിലും ഈ കരാർ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു കരാർ സാധ്യമാകാതെ ഇരിക്കണമെങ്കിൽ തങ്ങളാലാവുന്നതെല്ലാം ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധി ഇസ്രായേലിനുള്ളതുപോലെ തോന്നുകയാണ്. ഇസ്രായേൽ ആ രീതിയിൽ ആ കരാറിലെത്താതിരിക്കാൻ ഇറാനെ പ്രകോപിപ്പിക്കുക എന്ന ഒരു രീതിശാസ്ത്രം കൂടി ഇതിൽ നിന്നും വായിച്ചെടുക്കാം. എന്തായാലും വെടിനിർത്തലിന് ശേഷം ഉണ്ടായ ഒരു ശാന്തത ഇപ്പോൾ തകരുന്നു എന്ന് തന്നെ പറയാം അല്ലേ? ശാന്തത, ഒരു അസുഖകരമായ ശാന്തതയായിരുന്നു ഡോക്ടർ കിഷോർ. ഇത് ശാന്തത എന്ന് പറയാനാവുമോ എന്നറിയില്ല. ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം, അല്ലെങ്കിൽ നിർത്തിവെച്ചത് എല്ലാം തന്നെ പുനരാരംഭിക്കും. പ്രത്യേകിച്ച് അമേരിക്കയുടെ ബിൽഡപ്പ്, ഈ അമേരിക്കയുടെ 5-ാം കപ്പൽപ്പട വളരെ സജീവമായി നിൽക്കുന്നു. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ ആ പ്രദേശത്തുണ്ട്. അമേരിക്കൻ സേനാ താവളങ്ങൾ ഹൈപ്പർ ആക്റ്റീവായി നിൽക്കുന്നു. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തരം ആക്രമണം, ഇടയ്ക്ക് ചെറിയ തോതിലെങ്കിലും കുവൈറ്റ് സിറ്റിക്ക് നേരെ, കുവൈറ്റിലെ താവളങ്ങൾക്ക് നേരെ, ബഹറിൻ്റെ 5-ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമായ മനാമയ്ക്ക് നേരെ, അതുപോലെ ഖത്തറിന് നേരെ ഒക്കെ തന്നെ ആക്രമണം. ഈ കാലത്ത് ഈ പറയുന്ന 100 ദിവസത്തിനുള്ളിൽ തന്നെ പല ആവർത്തി കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. വിമാനങ്ങൾ അല്ലെങ്കിൽ ഈ ഡ്രോണുകൾ വെടിവെച്ചിടപ്പെട്ടു. അപ്പോൾ എന്ത് തരം സമാധാനമാണ് ഉണ്ടായിരുന്നത് എന്നുകൂടി ചോദിക്കണം. പക്ഷേ ഇപ്പോൾ ആ ഒരു ലെവൽ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കരാറിലെത്താനുള്ള സാധ്യത നിലനിൽക്കെ തന്നെ ഇപ്പോൾ ഓപ്പൺ കോൺഫ്രണ്ടേഷൻ ഡയറക്ട്ലി ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ഇസ്രായേൽ എന്ന നിലയിലേക്ക് അത് പരിണമിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. ശരി.